നമ്മളുണ്ടല്ലോ വീട്ടിൽ തേങ്ങ വാങ്ങുമ്പം അതായത് ഇതുപോലെ ചിലപ്പോൾ പൊട്ടിക്കുമ്പം അതുപോലെ കേടായിരിക്കും. ഇപ്പോൾ ഈ ഒരു കേടുകളായ തേങ്ങ നമ്മൾ ഒന്നിനും എടുക്കാറില്ല. അത് പള്ളേ കളയും. കാരണം ഒരു മണവും ഒക്കെ ആയിട്ട് ഒരു കൊള്ളില്ലാത്ത തേങ്ങ ആയതുകൊണ്ട് നമ്മൾ എടുത്ത് കളയാറാണ് പതിവ്. അപ്പം ഇങ്ങനത്തെ തേങ്ങ നിങ്ങൾ കളയാതിരിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ഉരുക്ക് വെളിച്ചെണ്ണ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഒരു തേങ്ങയിൽ നിന്നും എന്തോരം വെളിച്ചെണ്ണ കിട്ടും എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതുപോലെ നിങ്ങൾ പൊട്ടിച്ച് തേങ്ങ എടുക്കുമ്പോൾ കേടായിട്ടുണ്ടെങ്കിൽ ഇനി മുതൽ കളയരുത് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതെങ്ങനെയാണ് ഉരുക്ക് വെളിച്ചെണ്ണ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് കാണിച്ചു തരാം. അപ്പം ഒരു തേങ്ങയിൽ നിന്നും എന്തോരം വെളിച്ചെണ്ണ നമുക്ക് കിട്ടും എന്നുള്ളത് നമുക്കറിയാം കേട്ടോ. അപ്പം പല ഡോക്ടേഴ്സും പറയാറുണ്ട് നമുക്ക് ഉരുക്ക് വെളിച്ചെണ്ണ സ്കിന്നിന് ഡ്രൈനെസ് ആയിട്ടിരിക്കുന്ന ഈ മുരിച്ചിലൊക്കെ ഒരുപാട് ഡ്രൈനെസ് ആയിട്ടിരിക്കുന്ന സ്കിന്നിനൊക്കെ ഉരുക്ക് വെളിച്ചെണ്ണ തേച്ചാൽ നല്ലതാണ്. അപ്പം ഉരുക്ക് വെളിച്ചെണ്ണയുടെ കൂട്ടത്തിൽ 2 ഐറ്റംസ് ചേർത്തിട്ടാണ് നിങ്ങൾ ദേഹത്തെ തേച്ച് കഴുകുന്നതെങ്കിലുണ്ടല്ലോ നമുക്ക് ഈ ഡ്രൈനെസ് ഒക്കെ ആയിട്ടിരിക്കുന്ന കുട്ടികളുണ്ടല്ലോ കയ്യിലും കാലിലൊക്കെ ഭയങ്കരമായിട്ട് മുരിച്ചിൽ ചില കുട്ടികളുടെയൊക്കെ നമ്മൾ കണ്ടിട്ടില്ല ഇങ്ങനെ ഈ ഒരു പൊരി പൊരി പോലെ സ്കിന്ന് വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സ്കിന്നൊക്കെ മാറ്റിക്കളയാനൊക്കെ ആയിട്ടും ഈ ഒരു ഉരുക്ക് വെളിച്ചെണ്ണ നല്ലതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വെറുതെ കളയുന്ന ഈ ഒരു തേങ്ങയിൽ നിന്നും നമുക്ക് വെളിച്ചെണ്ണ ഉണ്ടാക്കിയെടുക്കാം. അപ്പം ഈ ഒരു രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കിക്കോട്ടോ. അപ്പോൾ ഞാൻ എങ്ങനെ ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം. സ്കിപ്പ് ചെയ്യല്ല കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു തേങ്ങ ഞാനിപ്പോൾ ഇത് എളുപ്പത്തിനാണ് കേട്ടോ ഇതിങ്ങനെ കിള്ളി എടുത്ത് നല്ല കത്തിയുടെ മുന വെച്ച് നമ്മളിങ്ങനെ എടുക്കുകയാണെങ്കിൽ നമുക്കത് എടുക്കാനായിട്ട് എളുപ്പമുണ്ടാവും. എന്നിട്ട് ഇതുപോലെ ചെറിയ മിക്സിയുടെ ജാറിലേക്ക് ഇടുന്ന കറക്കി എടുത്താൽ മതി. അപ്പോൾ തേങ്ങ ചിരവലിൻ്റെ പാടില്ല കേട്ടോ. അപ്പം ഇതിനകത്തേക്ക് നമുക്കുണ്ടല്ലോ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കാനായിട്ട് എളുപ്പമുണ്ടാവും. അപ്പോൾ ഞാനിപ്പോൾ ഓരോന്ന് ഇത് 2 ട്രിപ്പായിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെറിയ ജാറിലാണെങ്കിൽ ഇട്ട് ഒന്ന് കറക്കിയെടുക്കണ്ടേ. അപ്പോൾ വലിയ ജാറിലേക്കാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾ മൊത്തത്തിൽ എടുത്തങ്ങ് കറക്കിക്കോ. ഈ ചെറിയ മിക്സിയുടെ ജാറിലൊക്കെയാണ് കറക്കുന്നതെങ്കിൽ ഇതിൻ്റെ ഈ ബ്ലേഡിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ കയറിയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ 2 ട്രിപ്പ് ഇട്ടിട്ട് ഇത് അടിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഞാനിപ്പം 2 തവണ ഇട്ടിട്ട് ഇത് പാല് പിഴിഞ്ഞ് ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഉണ്ടല്ലോ ഇതിലേക്ക് നമുക്ക് ഇത്തിരി വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ കൈ കൊണ്ട് ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ ഞൊലച്ച് ഇതിൻ്റെ പാലൊന്ന് പിഴിഞ്ഞെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് കൈ വെച്ച് ഞൊലച്ചെടുക്കുക. എന്നാലാണ് ഇതിൻ്റെ നല്ല കട്ടിക്കുള്ള തേങ്ങാപ്പാൽ നമുക്ക് കിട്ടുവേ. അപ്പോൾ അതുപോലെ ഞാനിന്ന് അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇത് അരിച്ചെടുക്കുമ്പോൾ എന്ന് പറയുമ്പം നമ്മൾ ഒരു ട്രിപ്പ് നമ്മളിത് ഫുള്ളായിട്ട് ഇങ്ങനെ അരിച്ചെടുക്കുക അരിപ്പയിലേക്ക് ഇട്ടിട്ട്. പറയണ മനസ്സിലാവുന്നുണ്ടല്ലോ എന്ന് വിചാരിക്കണം കേട്ടോ. സ്പീഡ് കുറയ്ക്കാൻ നോക്കണ്ട, എന്നാലും സ്പീഡായി പോവാട്ടോ, മനഃപൂർവ്വമല്ല. അപ്പോൾ ഞാനിപ്പോൾ ഇതൊന്ന് അരിപ്പയിലേക്ക് ഇട്ടിട്ട് ഒരു ട്രിപ്പ് ഞാനിപ്പം ഇതുപോലെ അരിച്ചെടുക്കുന്നുണ്ട്. ഇനിയുണ്ടല്ലോ നമ്മൾ ഈ അരിച്ചെടുത്തേക്കുന്ന ഈ ഒരു തേങ്ങാപ്പീര ഉണ്ടല്ലോ ഇത് നമുക്ക് ഇത്തിരി കൂടി വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി മിക്സിയുടെ ജാറിലൊന്ന് കറക്കിയെടുക്കുകയാണെങ്കിൽ നമുക്ക് വീണ്ടും തേങ്ങാപ്പാൽ കിട്ടും. ഈ തേങ്ങാപ്പീരയിലുള്ള തേങ്ങാപ്പാൽ 2-3 ട്രിപ്പിട്ട് നിങ്ങൾ അടിച്ചെടുക്കുമ്പോൾ നമുക്ക് ഇഷ്ടം പോലെ തേങ്ങാപ്പാൽ പിന്നെയും കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഏകദേശം ഒരു 3 ട്രിപ്പോളം ഇതിങ്ങനെ അടിച്ചെടുത്തിട്ട് ഇങ്ങനെ പിഴിഞ്ഞ് ഞാനങ്ങ് എടുത്ത് മാറ്റി വെച്ചേക്കുന്നതായിട്ട് ഇത്രയും കിട്ടിയിട്ടുണ്ട്. അപ്പം ഈ തേങ്ങാപ്പാൽ നമുക്ക് ഫ്രിഡ്ജിനകത്തേക്കാണ് വെക്കുന്നതെങ്കിൽ ഉണ്ടല്ലോ ഇതിൻ്റെ ഇതുണ്ടല്ലോ ഒരു പാട പോലെ കണ്ടോ. നമുക്ക് ഫ്രിഡ്ജിൽ വെക്കുവാണെങ്കിൽ ഇതിങ്ങനെ പാട പോലെ മുകളിലേക്ക് ഇങ്ങനെ കിട്ടും. അപ്പം ഇത് താഴേക്ക് പച്ചവെള്ളം പോലെ ഊർന്ന് നമുക്ക് വെള്ളമായിട്ട് തിരിച്ച് കിടക്കാനായിട്ട് പറ്റും. ഇനിയിപ്പോൾ നിങ്ങൾക്കത് അങ്ങനെയല്ല ഫ്രിഡ്ജിലില്ലെങ്കിൽ ഞാനിപ്പം നേരത്തെ ഞാനിങ്ങനെ പിഴിഞ്ഞെടുത്തില്ലേ തേങ്ങ പാലായിട്ടിങ്ങനെ ചിരവിയെടുത്തില്ലേ അത് നിങ്ങൾക്ക് ഈ ഒരു പാനിലേക്ക് ഇട്ടിട്ട് ഉരുക്കിയെടുത്താൽ മതി. അപ്പം ഞാനിത് എളുപ്പത്തിന് ഞാനിപ്പം ഒരു ദിവസം ഫ്രിഡ്ജിലേക്ക് വെച്ചായിരുന്നു. ഞാനിപ്പോൾ ഇന്നലെയാണ് അതെടുത്ത് ഫ്രിഡ്ജിലേക്ക് വെച്ചാൽ പിറ്റേന്ന് രാവിലെ എടുത്തിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത്. അപ്പോൾ ഇതുപോലെ നമുക്കൊരു അടികട്ടിയുള്ള ഒരു പാത്രം നിങ്ങൾക്കുണ്ടല്ലോ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലേക്കാണ് എടുത്തുണ്ടാക്കാൻ പറ്റുമെങ്കിൽ ഉണ്ടാക്കിക്കോട്ടോ. നമ്മൾ ഇച്ചിരി കട്ടിയുള്ള പാത്രം ഈ ഇരുമ്പിൻ്റെ പാത്രം അങ്ങനെയുള്ള നമ്മൾ ഇൻഡാലിയത്തിൻ്റെ ഒക്കെ പാത്രം ഉണ്ടല്ലോ അതിലൊക്കെ ഉണ്ടാക്കുന്നതെങ്കിൽ ഉണ്ടല്ലോ ചിലപ്പോൾ ഇങ്ങനെ അടി ഇങ്ങനെ മുരിഞ്ഞ് പിടിക്കാൻ ചാൻസ് കൂടുതലാണ്. അപ്പം നിങ്ങൾ ഉണ്ടാക്കുമ്പം ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലേക്ക് വെച്ചിട്ട് ഉരുക്കി എടുത്തോട്ടോ. പെട്ടെന്നായി കിട്ടുകയും ചെയ്യും, നമുക്ക് ഒട്ടും തന്നെ കത്തി പിടിക്കത്തില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ ഫുള്ളായിട്ട് ഒരു 10-15 മിനിറ്റ് നേരം നമ്മളിങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇത് കണ്ടില്ലേ നമുക്ക് ഇതിനകത്തുനിന്ന് ഇങ്ങനെ വെളിച്ചെണ്ണ തെളിഞ്ഞ് കിട്ടും. ഈ ഒരു വെളിച്ചെണ്ണയ്ക്ക് ഭയങ്കര മണമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു രീതിയിൽ ഇങ്ങനെ ശരിക്കും നന്നായിട്ട് ഇങ്ങനെ ഉരുക്കി എടുക്കുമ്പോൾ ഉണ്ടല്ലോ നമുക്കിത് ഈ തേങ്ങാപ്പീര പോലെ ഇത് ശരിക്കും ഇങ്ങോട്ട് ബ്രൗൺ കളറിലേക്ക് ഇങ്ങനെ ആയി കിട്ടും കേട്ടോ. ഇത് കണ്ടില്ലേ ഭയങ്കര മണമുണ്ട് ഈ ഒരു ഉരുക്ക് വെളിച്ചെണ്ണയ്ക്ക്. അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന വെളിച്ചെണ്ണ നമ്മളിങ്ങനെ ചിന്തിച്ച് നോക്കിക്കേ. ഞാനിപ്പം ഈ ഒരു തേങ്ങ വെച്ചെടുത്തേക്കുന്ന വെളിച്ചെണ്ണ നമുക്ക് ഏകദേശം ഒരു 50 ml വെളിച്ചെണ്ണ കിട്ടിയിട്ടുള്ളൂ. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കടയിലൊക്കെ വരുന്ന ഒറിജിനൽ വെളിച്ചെണ്ണയാണോ എന്ന് വരെ സംശയം തോന്നും കേട്ടോ. കാരണം ഒരു തേങ്ങയിൽ നിന്ന് നമുക്ക് ഒരു 50 ml കിട്ടുന്നുള്ളൂ. അപ്പം ഏകദേശം നിങ്ങൾ ചിന്തിച്ച ഒരു 20-25 തേങ്ങയൊക്കെ ഉണ്ടെങ്കിലാണ് നമുക്ക് 1 കിലോ വെളിച്ചെണ്ണ കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പം എസൻസ് ഒക്കെ ചേർത്ത് വരുന്നതാണോ എന്ന് പോലും നമുക്ക് സംശയിക്കാം. അപ്പോൾ ഒറിജിനൽ വെളിച്ചെണ്ണ ഒന്നും അല്ല കേട്ടോ നമുക്ക് കിട്ടുന്നത്. ഒരു തേങ്ങയിൽ നിന്ന് കിട്ടിയേക്കുന്ന വെളിച്ചെണ്ണ ഇത്രയാണ്. അപ്പം പക്ഷേ എല്ലാ സ്ഥലത്തും അങ്ങനെ ആവണമെന്നില്ല കേട്ടോ. നല്ല ഈ ഒരു എന്നൊക്കെ സ്ഥലത്തു നിന്നൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഒറിജിനൽ വെളിച്ചെണ്ണ കിട്ടാം. പക്ഷേ പാക്കറ്റിൽ വരുന്ന എല്ലാ വെളിച്ചെണ്ണ ഒറിജിനൽ ആവണമെന്നില്ല കേട്ടോ. കാരണം ഈ വെളിച്ചെണ്ണയുടെ എസൻസ് ഉണ്ടല്ലോ, വെളിച്ചെണ്ണയുടെ മണം കിട്ടുന്ന അതേ മണം കിട്ടുന്ന എസൻസ് ഒഴിച്ചിട്ട് ചിലപ്പം മിക്സ് ചെയ്ത് വരുന്നതായിരിക്കാം. അങ്ങനെ ഓർക്കുന്നു. കാരണം 50 ml ഒരു തേങ്ങയിൽ ഇത്ര കിട്ടിയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് വിശ്വസിക്കാതിരിക്കുന്നതിലൊക്കെ ചെയ്യാട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇനിയിപ്പോൾ ഉണ്ടല്ലോ നമുക്കിത് ഡ്രൈനെസ് മാറാനായിട്ട് സ്കിന്നിൽ ഡ്രൈനെസ് ഒക്കെ ഉള്ള മുരിച്ചിലൊക്കെ ഉള്ള കുട്ടികളായാലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക്
നമുക്ക് ഈ ഉരുക്ക് വെളിച്ചെണ്ണ ഇതുപോലെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ടല്ലോ, നിങ്ങളുണ്ടല്ലോ ഇത് നമുക്ക് മെഡിക്കൽ സ്റ്റോറിൽ ഈ വെജിറ്റബിൾ ഗ്ലിസർ വാങ്ങാൻ കിട്ടും. അപ്പോൾ അതിന് വലിയ വിലയൊന്നുമില്ല, അത്ര 30 രൂപ അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ചെറിയൊരു കുപ്പിയിൽ കിട്ടും. അപ്പോൾ ഈ ഒരു വെജിറ്റബിൾ ഗ്ലിസറിൻ നിങ്ങൾ വാങ്ങിയതിന് ശേഷം നമ്മൾ ഉരുക്ക് വെളിച്ചെണ്ണയിനകത്തേക്ക് ഉണ്ടല്ലോ ഒരു ഇത്തിരിയൊക്കെ നമ്മൾ വേറെ ഉണ്ടാക്കിയിട്ട് മാറ്റി വെച്ചിട്ട് അതിലേക്ക് ഒരു 5-6 തുള്ളി ഗ്ലിസറിൻ ഈ നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന വെളിച്ചെണ്ണയിലേക്ക് എടുത്ത് ഒഴിച്ചിട്ട് നമുക്ക് വാസലിൻ ഉണ്ടെങ്കിൽ വാസലിനും കൂടി മിക്സ് ചെയ്ത് ഒരു കുപ്പിയിലാക്കിയിട്ട് മിക്സ് ചെയ്ത് വയ്ക്കുവാണെങ്കിൽ ഉണ്ടല്ലോ, ഈ കുട്ടികളുടെയൊക്കെ കാലിൻ്റെ മുട്ടിന് കീഴ്പോട്ടൊക്കെ ഇങ്ങനെ ഭയങ്കര ഡ്രൈനെസ് ആയിട്ടിരിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടല്ലോ, അതുപോലെ മുഖത്തൊക്കെ ഭയങ്കരമായിട്ട് ഈ മുരിച്ചിലൊക്കെ വരുന്ന ആളുകൾ, മൂക്കിൻ്റെയൊക്കെ 2 സൈഡിലൊക്കെ മുരിച്ചിലൊക്കെ വന്നേക്കുന്നത്, അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഇത് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ കളയാൻ ഇരിക്കുന്ന തേങ്ങയൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് ഉണ്ടാക്കി നോക്കിക്കോ. ഇനിയിപ്പോൾ കളയാണ്ടില്ലെങ്കിലും പുതിയ തേങ്ങയൊക്കെ വീട്ടിലിരിപ്പുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കുവാണെങ്കിൽ ഡ്രൈനെസ് മാറാനൊക്കെ ഓയിൽമെൻറ്റൊക്കെ തേക്കുന്ന ആളുകൾക്ക് എന്തായാലും ഉപകാരപ്പെടും. അപ്പോൾ ഉണ്ടാക്കി നോക്കാം. നല്ലൊരു വീണ്ടും കാണാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാ ഫ്രണ്ട്സിൻ്റെ എല്ലാവർക്കും ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നല്ലൊരു വീഡിയോ വീണ്ടും കാണാവേ. പിന്നെ ഇതുവരെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്ത ഫ്രണ്ട്സ് അതിലേക്കാണ് വീഡിയോസ് കാണുന്നതെങ്കിൽ ചാനൽ ഫോളോ ചെയ്ത് വയ്ക്കാൻ മറക്കല്ലേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാ ഫ്രണ്ട്സിൻ്റെ എല്ലാവർക്കും ഷെയർ ചെയ്ത് എല്ലാവരിലേക്കും എത്തിക്കാം കേട്ടോ. അപ്പോൾ നല്ലൊരു വീണ്ടും കാണാവേ. ബൈ.